2 സാമുവേൽ അധ്യായം 7. നാഥാന്റെ പ്രവചനം. രാജാവ് കൊട്ടാരത്തിൽ വസിക്കുകയും ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് കർത്താവ് അവന് സ്വസ്ഥത നൽകുകയും ചെയ്തു. അപ്പോൾ അവൻ നാഥാൻ പ്രവാചകനോട് പറഞ്ഞു, നോക്കൂ, ദേവദാരു കൊണ്ടുള്ള കൊട്ടാരത്തിൽ ഞാൻ വസിക്കുന്നു. ദൈവത്തിന്റെ പേടകമോ കൂടാരത്തിലിരിക്കുന്നു. നാഥാൻ പ്രതിവചിച്ചു, യുക്തം പോലെ ചെയ്തുകൊള്ളുക, കർത്താവ് നിന്നോടുകൂടെയുണ്ട്. എന്നാൽ ആ രാത്രി കർത്താവ് നാഥാനോട് അരുളി ചെയ്തു, എന്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുമോ? ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതു മുതൽ ഇന്നുവരെ ഞാൻ ഒരാലയത്തിലും വസിച്ചിട്ടില്ല. കൂടാരത്തിൽ വസിച്ചുകൊണ്ട് ഞാനും സഞ്ചരിക്കുകയായിരുന്നു. ഇസ്രായേൽക്കാരോടുകൂടെ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് എവിടെ വച്ചെങ്കിലും എന്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാൻ ഞാൻ നിയമിച്ച നേതാക്കന്മാരിൽ ആരോടെങ്കിലും നിങ്ങൾ എനിക്ക് ദേവദാരുകൊണ്ട് ഒരു ആലയം പണിയാത്തതെന്ത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നീ ഇപ്പോൾ എന്റെ ദാസനായ ദാവീദിനോട് പറയണം, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ആട്ടിടയനായിരുന്ന നിന്നെ മേച്ചിൽ സ്ഥലത്ത് നിന്ന് എടുത്ത് എന്റെ ജനമായ ഇസ്രായേലിന് അധിപനായി ഞാൻ നിയമിച്ചു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു. നിന്റെ മുൻപിൽ നിന്റെ ശത്രുക്കളെയെല്ലാം ഞാൻ നശിപ്പിച്ചു. ഭൂമിയിലുള്ള മഹാത്മാക്കളെ പോലെ നിന്നെ ഞാൻ മഹാനാക്കും. എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും. അവർ ഇനിയും സുരക്ഷിതരായി സ്വന്തം സ്ഥലത്ത് പാർക്കേണ്ടതിന് ഞാൻ അവരെ നട്ടുപിടിപ്പിക്കും. എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ നിയമിച്ചാക്കുന്നതിന് മുൻപുള്ള കാലത്തെ പോലെ ദുഷ്ടന്മാർ അവരെ ഇനി പീഡിപ്പിക്കുകയില്ല. ശത്രുക്കളിൽ നിന്ന് നിനക്ക് ഞാൻ ശാന്തി നൽകും. നിന്നെ ഒരു വംശമായി വളർത്തുമെന്നും കർത്താവ് അരുളി ചെയ്യുന്നു. ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവന്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും. അവന്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ തെറ്റ് ചെയ്യുമ്പോൾ മാനുഷികമായ ദണ്ഡും ചമ്മട്ടിയും ഉപയോഗിച്ച് ഞാൻ അവനെ ശിക്ഷിക്കും. എങ്കിലും നിന്റെ മുൻപിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ സാവൂളിൽ നിന്നെന്ന പോലെ അവനിൽ നിന്ന് എന്റെ സ്ഥിരസ്നേഹം ഞാൻ പിൻവലിക്കുകയില്ല. നിന്റെ കുടുംബവും രാജത്വവും എന്റെ മുൻപിൽ സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ഈ വാക്കുകളും ദർശനവും നാഥാൻ ദാവീദിനെ അറിയിച്ചു. ദാവീദിന്റെ നന്ദി പ്രകാശനം. അപ്പോൾ ദാവീദ് രാജാവ് കൂടാരത്തിനകത്ത് ചെന്ന് കർത്താവിന്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമായ കർത്താവെ, അങ്ങ് എന്നെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എന്റെ കുടുംബവും എന്താകുന്നു? ദൈവമായ കർത്താവെ, ഇത് അങ്ങേക്ക് എത്ര നിസ്സാരം. വരുവാനുള്ള ദീർഘകാലത്തേക്ക് അങ്ങയുടെ ദാസന്റെ കുടുംബത്തിന്റെ വിദൂര ഭാവിയെക്കുറിച്ചും വരും തലമുറകളെക്കുറിച്ചും അങ്ങ് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഇതിലധികമായി അടിയന് അങ്ങയോട് എന്തു പറയാനാവും? ദൈവമായ കർത്താവെ, അങ്ങയുടെ ദാസനെ അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയുടെ വാഗ്ദാനവും ഹിതവും അനുസരിച്ച് അങ്ങയുടെ ദാസനെ അറിയിക്കേണ്ടതിന് ഈ വൻ കാര്യങ്ങളെല്ലാം അങ്ങ് നിറവേറ്റിയിരിക്കുന്നുവല്ലോ. ദൈവമായ കർത്താവെ, അങ്ങ് ഉന്നതനത്രേ, അങ്ങ് അതുല്യനാണ്. ഞങ്ങൾ കാതുകൊണ്ട് കേട്ടതനുസരിച്ച് അവിടുന്നല്ലാതെ വേറെ ദൈവമില്ല. അങ്ങയുടെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് അടിമത്തത്തിൽ നിന്ന് അങ്ങ് വീണ്ടെടുത്ത ഇസ്രായേലിനെ പോലെ മറ്റൊരു ജനമില്ല. അവർക്ക് വേണ്ടി അങ്ങ് നിർവഹിച്ച അത്ഭുതകരമായ മഹാകാര്യങ്ങൾ അങ്ങയുടെ കീർത്തി ലോകമെങ്ങും പരത്തിയിരിക്കുന്നു. അങ്ങയുടെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് ഈജിപ്തിൽ നിന്ന് അങ്ങ് സ്വതന്ത്രരാക്കിയ അവർ മുന്നേറിയപ്പോൾ മറ്റു ജനതകളെയും അവരുടെ ദേവന്മാരെയും അങ്ങ് ഓടിച്ചു കളഞ്ഞല്ലോ. ഇസ്രായേൽ എന്നേക്കും അങ്ങയുടെ ജനമായിരിക്കേണ്ടതിന് അവരെ അങ്ങ് സ്ഥിരപ്പെടുത്തി. കർത്താവെ, അങ്ങ് അവർക്ക് ദൈവമായി തീർന്നു. ദൈവമായ കർത്താവെ, അങ്ങയുടെ ദാസനോടും കുടുംബത്തോടും അരുളി ചെയ്തിരിക്കുന്ന വചനം എന്നേക്കും സ്ഥിരപ്പെടുത്തി അങ്ങയുടെ വാക്ക് നിവർത്തിക്കണമേ. അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ. സർവശക്തനായ കർത്താവാണ് ഇസ്രായേലിന്റെ ദൈവമെന്ന് പ്രഘോഷിക്കപ്പെടട്ടെ. അങ്ങയുടെ ദാസനായ ദാവീദിന്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ സുസ്ഥിരമാകട്ടെ. സർവശക്തനായ കർത്താവെ, ഇസ്രായേലിന്റെ ദൈവമേ, ഞാൻ നിന്റെ വംശം ഉറപ്പിക്കും എന്ന് പറഞ്ഞ് അങ്ങയുടെ ദാസന് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ.
അതുകൊണ്ട് അങ്ങയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ ദാസൻ ധൈര്യപ്പെട്ടിരിക്കുന്നു. ദൈവമായ കർത്താവേ, അങ്ങ് തന്നെ ദൈവം, അങ്ങയുടെ വചനം സത്യം. ഈ നല്ല കാര്യം അടിയനോട് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അടിയന്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവെ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്താൽ അടിയന്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. 2 സാമുവേൽ അധ്യായം 8. ദാവീദിന്റെ വിജയങ്ങൾ. കുറച്ചു നാളുകൾക്ക് ശേഷം ദാവീദ് ഫിലിസ്ത്യരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. മെഥേഗമ്മ അവരിൽ നിന്ന് പിടിച്ചെടുത്തു. അവൻ മോവാബ്യരെയും തോൽപ്പിച്ചു. അവരെ നിലത്ത് കിടത്തി ചരടുകൊണ്ട് അളന്ന് 2 ഭാഗത്തെ കൊന്നു. ഒരു ഭാഗത്തെ വെറുതെ വിട്ടു. അങ്ങനെ മോവാബ്യർ അവന് കീഴടങ്ങി കപ്പം കൊടുത്തു. ദാവീദ് യൂഫ്രട്ടീസ് നദീതീരത്ത് തന്റെ അതിർത്തി വീണ്ടെടുക്കാൻ പോകവേ റഹോബിന്റെ മകനും സോബാ രാജാവുമായ ഹദദേസറിനെയും തോൽപ്പിച്ചു. അവന്റെ 1700 കുതിരക്കാരെയും കാലാൾപ്പടയിൽ 20,000 പേരെയും ദാവീദ് പിടിച്ചെടുത്തു. അവൻ 100 രഥങ്ങൾക്കുള്ള കുതിരകളെ ഒഴിച്ച് ബാക്കിയുള്ളവയെ കുതിഞ്ഞരമ്പ് ഛേദിച്ച് മുടന്തുള്ളവയാക്കി. സോബാ രാജാവായ ഹദദേസറിനെ സഹായിക്കാൻ ദമാസ്കസിലെ സിറിയാക്കാർ വന്നപ്പോൾ അവരിൽ 22,000 പേരെ ദാവീദ് കൊന്നുകളഞ്ഞു. ദമാസ്കസിലെ ആരാമിൽ ദാവീദ് കാവൽപ്പടയെ നിർത്തി. സിറിയാക്കാർ ദാവീദിന് സാമന്തരായി കപ്പം കൊടുത്തു. ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. ഹദദേസറിന്റെ സേവകർ വഹിച്ചിരുന്ന സ്വർണ പരിചകൾ ദാവീദ് ജെറൂസലേമിലേക്ക് കൊണ്ടുവന്നു. ഹദദേസർ ഭരിച്ചിരുന്ന ബേത്തായിലും ബെരോത്തായിലും നിന്ന് ദാവീദ് രാജാവ് വളരെയധികം വെള്ളോടും കൈവശപ്പെടുത്തി. ഹദദേസറിന്റെ സർവ്വസൈന്യത്തെയും ദാവീദ് തോൽപ്പിച്ചെന്ന് ഹമാത്ത് രാജാവായ തോയി കേട്ടു. ദാവീദിനെ അഭിവാദനം ചെയ്യാനും ഹദദേസറിനെ തോൽപ്പിച്ചതിന് അനുമോദിക്കാനും തോയി തന്റെ മകൻ യോറാമിനെ ദാവീദ് രാജാവിന്റെ അടുത്തേക്ക് അയച്ചു. എന്തെന്നാൽ ഹദദേസർ പലപ്പോഴും തോയിയുമായി യുദ്ധത്തിലായിരുന്നു. വെള്ളി, സ്വർണം, ഓട് ഇവ കൊണ്ടുള്ള ഉപകരണങ്ങളും യോറാം കൂടെ കൊണ്ടുവന്നു. ദാവീദ് അവ കർത്താവിന് പ്രതിഷ്ഠിച്ചു. ഏദോമ്യർ, മോവാബ്യർ, അമ്മോന്യർ, ഫിലിസ്ത്യർ, അമലേക്യർ തുടങ്ങി താൻ കീഴ്പ്പെടുത്തിയ സകല ജനതകളിലും നിന്ന് എടുത്ത വെള്ളിയും പൊന്നും റഹോബിന്റെ മകനും സോബാ രാജാവുമായ ഹദദേസറിൽ നിന്നെടുത്ത കൊള്ളയും ദാവീദ് കർത്താവിന് പ്രതിഷ്ഠിച്ചു. ഉപ്പുതാഴ്വരയിൽ വെച്ച് 18,000 ഏദോമ്യരെ കൊന്നൊടുക്കി മടങ്ങി വന്നപ്പോൾ ദാവീദ് കൂടുതൽ പ്രശസ്തനായി. അവൻ ഏദോമിൽ കാവൽപ്പടയെ നിയമിച്ചു. ഏദോമ്യർ ദാവീദിന് അടിമകളായി. അവൻ ചെന്നിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. ദാവീദ് ഇസ്രായേൽ മുഴുവനിലും ഭരണം നടത്തി. തന്റെ സകല ജനത്തിലും അവൻ നീതിയും ന്യായവും പാലിച്ചു. സെരൂയയുടെ മകൻ യോവാബായിരുന്നു സൈന്യാധിപൻ. അഹിലൂദിന്റെ മകൻ യഹോഷാഫാത്ത് നടപടി എഴുത്തുകാരനും അഹിത്തൂബിന്റെ മകൻ സാദോക്കും അബിയാഥറിന്റെ മകൻ അഹിമലേക്കുമായിരുന്നു പുരോഹിതന്മാർ. സെരായിയ ആയിരുന്നു കാര്യദർശി. യഹോയിയാദായുടെ മകൻ ബെനായിയ ക്രേത്യർക്കും പെലേത്യർക്കും അധിപതിയായിരുന്നു. ദാവീദിന്റെ പുത്രന്മാർ പുരോഹിതന്മാരും. 2 സാമുവേൽ അധ്യായം 9. ദാവീദും മെഫിബോഷെത്തും. ജോനാഥാനെ പ്രതി ഞാൻ ദയ കാണിക്കേണ്ടതിന് സാവൂളിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ എന്ന് ദാവീദ് തിരക്കി. സാവൂളിന്റെ ഭവനത്തിൽ സീബ എന്നു പേരുള്ള ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു. അവനെ ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. നീയാണോ സീബ? ദാവീദ് ചോദിച്ചു. അതെ, അടിയൻ തന്നെ, അവൻ മറുപടി പറഞ്ഞു. രാജാവ് അവനോട് ചോദിച്ചു, ഞാൻ ദൈവത്തോട് വാഗ്ദാനം ചെയ്തതുപോലെ ദയ കാണിക്കേണ്ടതിന് സാവൂളിന്റെ കുടുംബത്തിൽ ഇനി ആരുമില്ലേ? ജോനാഥാന് ഒരു മകനുണ്ട്, അവൻ മുടന്തനാണ്. സീബ പറഞ്ഞു. അവൻ എവിടെ? രാജാവ് ചോദിച്ചു. അവൻ ലോദെബാറിൽ അമ്മിയേലിന്റെ മകൻ മാഖീറിന്റെ വീട്ടിലുണ്ട്. സീബ പറഞ്ഞു. അപ്പോൾ ദാവീദ് ലോദെബാറിൽ അമ്മിയേലിന്റെ മകൻ മാഖീറിന്റെ വീട്ടിലേക്ക് ആളയച്ച് അവനെ വരുത്തി. സാവൂളിന്റെ മകനായ ജോനാഥന്റെ മകൻ മെഫിബോഷെത്ത് ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. മെഫിബോഷെത്ത്, ദാവീദ് വിളിച്ചു. അടിയൻ ഇതാ. അവൻ വിളി കേട്ടു. ദാവീദ് അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. നിന്റെ പിതാവായ ജോനാഥാനെ പ്രതി ഞാൻ നിന്നോട് ദയ കാണിക്കും. നിന്റെ പിതാമഹനായ സാവൂളിന്റെ ഭൂമിയെല്ലാം ഞാൻ നിനക്ക് മടക്കിത്തരും. നീ എപ്പോഴും എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യും.
ചത്ത നായ്ക്ക് തുല്യനായ എന്നോട് കരുണ കാണിക്കാൻ അങ്ങേക്ക് തോന്നിയല്ലോ. മെഫിബോഷെത്ത് നമിച്ചുകൊണ്ട് പറഞ്ഞു. രാജാവ് സാവൂളിന്റെ ഭൃത്യൻ സീബായെ വിളിച്ചു പറഞ്ഞു, സാവൂളിനും കുടുംബത്തിനും ഉണ്ടായിരുന്നതെല്ലാം ഞാൻ നിന്റെ യജമാനന്റെ മകന് നൽകിയിരിക്കുന്നു. നീയും മക്കളും ദാസന്മാരും കൃഷി ചെയ്ത് നിന്റെ യജമാനന്റെ മകന് ഭക്ഷണത്തിനുള്ള വക കൊണ്ടുവരണം. മെഫിബോഷെത്ത് എപ്പോഴും എന്നോടൊപ്പം ഭക്ഷണം കഴിക്കും. സീബയ്ക്ക് 15 പുത്രന്മാരും 20 ദാസന്മാരും ഉണ്ടായിരുന്നു. എന്റെ യജമാനനായ രാജാവ് കൽപ്പിക്കുന്നത് പോലെ അടിയൻ ചെയ്യാം, സീബ പറഞ്ഞു. അങ്ങനെ രാജാവിന്റെ പുത്രന്മാരിൽ ഒരുവനെ പോലെ മെഫിബോഷെത്ത് ദാവീദിന്റെ മേശയിൽ ഭക്ഷിച്ചു പോന്നു. മെഫിബോഷെത്തിന് ഒരു കൊച്ചുമകൻ ഉണ്ടായിരുന്നു, മീക്ക. സീബയുടെ വീട്ടിലുണ്ടായിരുന്നവരെല്ലാം മെഫിബോഷെത്തിന്റെ ദാസന്മാരായി തീർന്നു. അങ്ങനെ മെഫിബോഷെത്ത് ജെറുസലേമിൽ പാർത്ത് എപ്പോഴും രാജാവിന്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു പോന്നു. അവന്റെ 2 കാലിനും മുടന്തായിരുന്നു. 2 സാമുവേൽ അധ്യായം 10. അമ്മോന്യരെയും സിറിയക്കാരെയും തോൽപ്പിക്കുന്നു. അമ്മോന്യരുടെ രാജാവ് മരിച്ചു. അവന്റെ മകൻ ഹാനൂൻ രാജാവായി. അപ്പോൾ ദാവീദ് പറഞ്ഞു, നഹാഷ് എന്നോട് കാണിച്ചതുപോലെ അവന്റെ മകൻ ഹാനൂനോട് ഞാനും ദയ കാണിക്കും. പിതാവിന്റെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ദാവീദ് ഒരു സംഘം ദൂതന്മാരെ ഹാനൂന്റെ അടുത്തേക്ക് അയച്ചു. അവർ അമ്മോന്യരുടെ ദേശത്തെത്തി. എന്നാൽ അമ്മോന്യ പ്രഭുക്കന്മാർ രാജാവായ ഹാനൂനോട് പറഞ്ഞു, നിന്നെ ആശ്വസിപ്പിക്കാൻ ദാവീദ് ദൂതന്മാരെ അയച്ചത് നിന്റെ പിതാവിനോടുള്ള ബഹുമാനം കൊണ്ടാണെന്ന് നീ വിശ്വസിക്കുന്നുവോ? അവർ ഒറ്റുകാരാണ്. നഗരം നശിപ്പിക്കാനുള്ള മാർഗം അറിയാനാണ് അവൻ അവരെ അയച്ചിരിക്കുന്നത്. ഹാനൂൻ ദാവീദിന്റെ ഭൃത്യന്മാരെ പിടിച്ച് അവരുടെ താടി പകുതി വീതം ക്ഷൗരം ചെയ്യിച്ചും വസ്ത്രം നടുവിൽ നിതംബം വരെ കീറിയും വിട്ടയച്ചു. ദാവീദ് അത് കേട്ട് അത്യന്തം അപമാനിതരായ അവരോട് ആളയച്ചു പറഞ്ഞു, താടി വളരും വരെ ജെറിക്കോയിൽ താമസിക്കുവിൻ, പിന്നെ മടങ്ങിപ്പോകുവിൻ. ദാവീദിന്റെ ശത്രുത സമ്പാദിച്ചെന്ന് ഗ്രഹിച്ചപ്പോൾ അമ്മോന്യർ ബത്ത് റഹോബിലെയും സോബായിലെയും സിറിയക്കാരിൽ നിന്ന് 20,000 കാലാൾപ്പടയെയും 1000 പേരോടുകൂടെ മാഖ രാജാവിനെയും തോബിൽ നിന്ന് 12,000 പേരെയും കൂലിക്കെടുത്തു. അത് കേട്ട് ദാവീദ് യോവാബിനെ സകല വീരപടയാളികളുമായി അയച്ചു. അമ്മോന്യർ നഗരവാതിൽക്കൽ അണിനിരന്നു. സോബായിലെയും റഹോബിലെയും സിറിയക്കാരും തോബിലെയും മാഖായിലെയും പടയാളികളും വെളിംപ്രദേശത്ത് നിലയുറപ്പിച്ചു. ശത്രു സൈന്യം മുൻപിലും പിൻപിലും നിലയുറപ്പിച്ചിരിക്കുന്നെന്ന് കണ്ടപ്പോൾ യോവാബ് ഇസ്രായേലിന്റെ അതിധീരരായ ഒരു കൂട്ടം പടയാളികളെ തിരഞ്ഞെടുത്ത് സിറിയക്കാർക്കെതിരെ അണിനിരത്തി. ശേഷിച്ച സൈന്യത്തെ തന്റെ സഹോദരൻ അബിഷായിയുടെ ചുമതലയിലേൽപ്പിച്ചു. അബിഷായി അവരെ അമ്മോന്യർക്കെതിരെ അണിനിരത്തി. യോവാബ് അബിഷായിയോട് പറഞ്ഞു, സിറിയക്കാർ എന്നെ തോൽപ്പിക്കുമെന്ന് കണ്ടാൽ നീ വന്ന് എന്നെ സഹായിക്കുക. അമ്മോന്യർ നിന്നെ തോൽപ്പിക്കുമെന്ന് കണ്ടാൽ ഞാൻ വന്ന് നിന്നെ സഹായിക്കാം. ധൈര്യമായിരിക്കുക. നമ്മുടെ ജനത്തിനു വേണ്ടിയും നമ്മുടെ ദൈവത്തിന്റെ നഗരങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ധീരമായി പോരാടാം. ദൈവ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. അങ്ങനെ യോവാബും കൂടെയുള്ള സൈന്യവും സിറിയക്കാരോട് യുദ്ധം ചെയ്യാനടുത്തു. അവർ പലായനം ചെയ്തു. സിറിയക്കാർ തോറ്റോടുന്നത് കണ്ടപ്പോൾ അമ്മോന്യരും അബിഷായിയുടെ മുൻപിൽ നിന്നോടി നഗരത്തിൽ കടന്നു. യോവാബ് അമ്മോന്യരോടുള്ള യുദ്ധം അവസാനിപ്പിച്ചു ജെറുസലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഇസ്രായേൽ തങ്ങളെ തോൽപ്പിച്ചെന്ന് കണ്ടപ്പോൾ സിറിയക്കാർ ഒരുമിച്ചുകൂടി. ഹദദേസർ ആളയച്ച് യൂഫ്രട്ടീസ് നദിക്ക് അപ്പുറമുള്ള സിറിയക്കാരെ വരുത്തി. ഹദദേസറിന്റെ സൈന്യാധിപനായ ഷോബക്കിന്റെ നേതൃത്വത്തിൽ അവർ ഹേലാമിലേക്ക് വന്നു. ദാവീദ് അതറിഞ്ഞ് ഇസ്രായേലിനെ മുഴുവൻ ഒരുമിച്ചുകൂട്ടി ജോർദാൻ കടന്ന് ഹേലാമിലെത്തി. സിറിയക്കാർ ദാവീദിനെതിരെ അണിനിരന്ന് യുദ്ധം ചെയ്തു. സിറിയക്കാർ ഇസ്രായേലിന്റെ മുമ്പിൽ തോറ്റോടി. 700 തേരാളികളെയും 40,000 കുതിരപ്പടയാളികളെയും ദാവീദ് കൊന്നു. അവരുടെ സൈന്യാധിപനായ ഷോബക്ക് മുറിവേറ്റ് അവിടെ വെച്ച് മരിച്ചു. ഇസ്രായേൽ തങ്ങളെ തോൽപ്പിച്ചു എന്ന് കണ്ടപ്പോൾ ഹദദേസറിന്റെ സാമന്തന്മാർ ഇസ്രായേലുമായി ഉടമ്പടി ചെയ്ത് ആശ്രിതരായി. അതിനുശേഷം അമ്മോന്യരെ സഹായിക്കാൻ സിറിയക്കാർക്ക് ഭയമായി. 2 സാമുവേൽ അധ്യായം 11. ദാവീദും ബത്ശബായും. അടുത്ത വസന്തത്തിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള സമയത്ത് ദാവീദ് യോവാബിനെയും
തന്റെ സേവകന്മാരെയും ഇസ്രായേൽ സൈന്യം മുഴുവനെയും അയച്ചു. അവർ അമ്മോന്യരെ തകർത്ത് റബ്ബ നഗരം വളഞ്ഞു. ദാവീദ് ജെറൂസലേമിൽ താമസിച്ചു. ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് രാജാവിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. അവൾ അതീവ സുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച് അവൾ ആരെന്ന് അന്വേഷിച്ചു. എലിയാമിന്റെ മകളും ഹിത്യനായ ഊറിയായുടെ ഭാര്യയുമായ ബത്ശബയാണ് അവൾ എന്ന് അറിഞ്ഞു. അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ദാവീദ് ആളയച്ചു. അവൾ വന്നപ്പോൾ അവൻ അവളെ പ്രാപിച്ചു. അവൾ ഋതുസ്നാനം കഴിഞ്ഞിരുന്നതേയുള്ളൂ. അവൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അവൾ ഗർഭം ധരിച്ചു. അവൾ ആളയച്ച് ദാവീദിനെ വിവരമറിയിച്ചു. അപ്പോൾ ദാവീദ് യോവാബിന് ഒരു സന്ദേശം കൊടുത്തയച്ചു. ഹിത്യനായ ഊറിയായെ എന്റെ അടുക്കലേക്ക് അയക്കുക. യോവാബ് ഊറിയായെ അങ്ങോട്ടയച്ചു. ഊറിയ വന്നപ്പോൾ ദാവീദ് യോവാബിന്റെയും പടയാളികളുടെയും ക്ഷേമവും യുദ്ധവർത്തമാനവും അന്വേഷിച്ചു. പിന്നെ ദാവീദ് ഊറിയായോട് പറഞ്ഞു, നീ വീട്ടിൽ പോയി അല്പം വിശ്രമിക്കുക. ഊറിയ കൊട്ടാരത്തിൽ നിന്ന് പോയി. രാജാവ് അവനൊരു സമ്മാനവും കൊടുത്തയച്ചു. എന്നാൽ ഊറിയ വീട്ടിൽ പോയില്ല. കൊട്ടാരം കാവൽക്കാരോടൊപ്പം പടിപ്പുരയിൽ കിടന്നുറങ്ങി. ഊറിയ വീട്ടിൽ പോയില്ലെന്ന് ദാവീദ് അറിഞ്ഞു. നീ യാത്ര കഴിഞ്ഞു വരികയല്ലേ, വീട്ടിലേക്ക് പോകാത്തതെന്ത്? ദാവീദ് ഊറിയായോട് ചോദിച്ചു. ഇസ്രായേലും യൂദായും യുദ്ധരംഗത്താണ്. പേടകവും അവരോടൊപ്പമുണ്ട്. എന്റെ യജമാനനായ യോവാബും അങ്ങയുടെ സേവകരും വെളിമ്പ്രദേശത്ത് താവളമടിച്ചിരിക്കുന്നു. അങ്ങനെയിരിക്കെ വീട്ടിൽ ചെന്ന് തിന്നുകുടിച്ച് ഭാര്യയുമായി രമിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? അങ്ങാണെ എനിക്കത് സാധ്യമല്ല, ഊറിയ പറഞ്ഞു. അപ്പോൾ ദാവീദ് ഊറിയായോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഇന്നും നീ ഇവിടെ താമസിക്കുക. നാളെ നിന്നെ മടക്കി അയക്കാം. അങ്ങനെ അന്നും പിറ്റേന്നും ഊറിയ ജെറൂസലേമിൽ താമസിച്ചു. ദാവീദ് അവനെ ക്ഷണിച്ചു. അവൻ രാജസന്നിധിയിൽ ഭക്ഷിച്ചു, പാനം ചെയ്തു. ദാവീദ് അവനെ കുടിപ്പിച്ച് മത്തനാക്കി. എന്നിട്ടും രാത്രി അവൻ വീട്ടിലേക്ക് പോയില്ല. രാജഭൃത്യന്മാരോടുകൂടെ തന്റെ വിരിപ്പിൽ കിടന്നു. രാവിലെ ദാവീദ് ഊറിയായുടെ കൈവശം യോവാബിന് ഒരു എഴുത്ത് കൊടുത്തയച്ചു. അവൻ ഇങ്ങനെ എഴുതി: ഉഗ്രയുദ്ധം നടക്കുന്നിടത്ത് ഊറിയായെ മുന്നണിയിൽ നിർത്തുക. പിന്നെ അവൻ വെട്ടേറ്റു മരിക്കേണ്ടതിന് അവനെ വിട്ട് പിൻവാങ്ങുക. യോവാബ് നഗരം വളയവേ ശത്രുക്കൾക്ക് ശക്തിയുള്ള ഒരു സ്ഥാനത്ത് ഊറിയായെ നിർത്തി. ശത്രു സൈന്യം യോവാബിനോട് യുദ്ധം ചെയ്തു. ദാവീദിന്റെ പടയാളികളിൽ ചിലർ കൊല്ലപ്പെട്ടു. ഊറിയായും വധിക്കപ്പെട്ടു. യോവാബ് ആളയച്ച് യുദ്ധവാർത്ത ദാവീദിനെ അറിയിച്ചു. അവൻ ദൂതന് നിർദ്ദേശം നൽകി. യുദ്ധവാർത്ത ദാവീദിനെ അറിയിക്കുമ്പോൾ രാജാവ് കോപിച്ച്, നഗരത്തോട് ഇത്ര ചേർന്ന് നിന്ന് യുദ്ധം ചെയ്തതെന്തിന്? മതിലിൽ നിന്നുകൊണ്ട് അവർ എയ്യുമെന്ന് അറിഞ്ഞുകൂടായിരുന്നോ? യെരൂബേഷത്തിന്റെ മകനായ അബിമലേക്ക് മരിച്ചതെങ്ങനെയെന്ന് അറിഞ്ഞുകൂടെ? തേബസിൽ വെച്ച് മതിലിൽ നിന്നുകൊണ്ട് ഒരു സ്ത്രീ തിരികല്ല് അവന്റെ മേൽ ഇട്ടതുകൊണ്ടല്ലേ നിങ്ങൾ മതിലിനോട് ഇത്രയടുത്ത് ചെന്നതെന്തിന് എന്ന് ചോദിച്ചാൽ, നിന്റെ ഹിത്യനായ ദാസൻ ഊറിയായും മരിച്ചു എന്ന് നീ പറയണം. ദൂതൻ യോവാബ് കൽപ്പിച്ചതുപോലെ ദാവീദിനോട് പറഞ്ഞു. ശത്രുക്കൾ നമ്മേക്കാൾ ശക്തരായിരുന്നു. അവർ നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് വെളിമ്പ്രദേശത്ത് നമുക്കെതിരെ വന്നു. പക്ഷേ നഗരവാതിൽക്കലേക്ക് നാം അവരെ തിരിച്ചോടിച്ചു. അപ്പോൾ അവർ മതിലിൽ നിന്ന് നമ്മുടെ നേരെ അമ്പയച്ചു. തിരുമേനി, അവിടുത്തെ ദാസരിൽ ചിലർ കൊല്ലപ്പെട്ടു. അവിടുത്തെ ദാസനായ ഹിത്യൻ ഊറിയായും മരിച്ചു. ദാവീദ് ദൂതനോട് കൽപ്പിച്ചു, ഇതുകൊണ്ട് അധീരനാകരുത്. ആരൊക്കെ യുദ്ധത്തിൽ മരിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ ആർക്കുമാവില്ല. ആക്രമണം ശക്തിപ്പെടുത്തി നഗരത്തെ തകർത്തു കളയുക എന്ന് പറഞ്ഞ് യോവാബിനെ നീ ധൈര്യപ്പെടുത്തുക. ഭർത്താവ് മരിച്ചെന്ന് കേട്ടപ്പോൾ ഊറിയായുടെ ഭാര്യ അവനെ ചൊല്ലി വിലപിച്ചു. വിലാപകാലം കഴിഞ്ഞപ്പോൾ ദാവീദ് അവളെ കൊട്ടാരത്തിൽ വരുത്തി. അവൾ അവന് ഭാര്യയായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. പക്ഷേ ദാവീദിന്റെ പ്രവൃത്തി കർത്താവിന് അനിഷ്ടമായി. 2 സാമുവേൽ അധ്യായം 12. നാഥാൻ ദാവീദിനെ കുറ്റപ്പെടുത്തുന്നു. കർത്താവ് നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുക്കലേക്ക് അയച്ചു. അവൻ രാജാവിനോട് പറഞ്ഞു, ഒരു നഗരത്തിൽ 2 ആളുകളുണ്ടായിരുന്നു. ഒരുവൻ ധനവാനും അപരൻ ദരിദ്രനും. ധനവാന് വളരെയധികം ആടുമാടുകളുണ്ടായിരുന്നു. ദരിദ്രനോ
താൻ വിലയ്ക്ക് വാങ്ങിയ ഒരു പെണ്ണാട്ടിൻകുട്ടിയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ അതിനെ വളർത്തി. അത് അവന്റെ കുട്ടികളോടൊപ്പം വളർന്നു. അവന്റെ ഭക്ഷണത്തിൽ നിന്ന് അത് തിന്നു, അവന്റെ പാനീയത്തിൽ നിന്ന് അത് കുടിച്ചു. അത് അവന്റെ മടിയിൽ ഉറങ്ങി. അത് അവന് മകളെ പോലെയായിരുന്നു. അങ്ങനെയിരിക്കെ ധനവാന്റെ ഭവനത്തിൽ ഒരു യാത്രക്കാരൻ വന്നു. അവന് വേണ്ടി സ്വന്തം ആടുകളിലൊന്നിനെ കൊന്ന് ഭക്ഷണമൊരുക്കാൻ ധനവാന് മനസ്സില്ലായിരുന്നു. അവൻ ദരിദ്രന്റെ ആട്ടിൻകുട്ടിയെ പിടിച്ച് തന്റെ അതിഥിക്ക് ഭക്ഷണമൊരുക്കി. ഇത് കേട്ടപ്പോൾ ക്രുദ്ധനായി ദാവീദ് പറഞ്ഞു, കർത്താവാണേ, ഇത് ചെയ്തവൻ മരിക്കണം. അവൻ നിർദ്ദയം ഇത് ചെയ്തതുകൊണ്ട് 4 മടങ്ങ് മടക്കി കൊടുക്കണം. നാഥാൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. സാവൂളിൽ നിന്ന് നിന്നെ രക്ഷിച്ചു. നിന്റെ യജമാനന്റെ ഭവനം നിനക്ക് നൽകി. അവന്റെ ഭാര്യമാരെയും നിനക്ക് തന്നു. നിന്നെ ഇസ്രായേലിന്റെയും യൂദായുടെയും രാജാവാക്കി. ഇതുകൊണ്ട് തൃപ്തിയായില്ലെങ്കിൽ ഇനിയും അധികം നൽകുമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എന്റെ മുൻപാകെ ഈ തിന്മ ചെയ്തു? അമ്മോന്യരുടെ വാൾ കൊണ്ട് ഹിത്യനായ ഊറിയായെ നീ കൊല്ലിച്ചു. അവന്റെ ഭാര്യയെ നീ അപഹരിച്ചു. എന്നെ നിരസിച്ച് ഹിത്യനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയതുകൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ നിനക്ക് ഞാൻ ഉപദ്രവമുണ്ടാക്കും. നിന്റെ കൺമുമ്പിൽ വെച്ച് ഞാൻ നിന്റെ ഭാര്യമാരെ അന്യനു കൊടുക്കും. അവൻ പട്ടാപ്പകൽ അവരോടൊത്ത് ശയിക്കും. നീ ഇത് രഹസ്യമായി ചെയ്തു. ഞാനിത് ഇസ്രായേലിന്റെ മുഴുവൻ മുൻപിൽ വെച്ച് പട്ടാപ്പകൽ ചെയ്യിക്കും. ദാവീദ് അനുതപിക്കുന്നു. ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തുപോയി. ദാവീദ് പറഞ്ഞു. നാഥാൻ പറഞ്ഞു, കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. എങ്കിലും ഈ പ്രവൃത്തി കൊണ്ട് നീ കർത്താവിനെ അവഹേളിച്ചതിനാൽ നിന്റെ കുഞ്ഞ് മരിച്ചു പോകും. നാഥാൻ വീട്ടിലേക്ക് മടങ്ങി. ഊറിയായുടെ ഭാര്യ പ്രസവിച്ച ദാവീദിന്റെ കുഞ്ഞിന് കർത്താവിന്റെ പ്രഹരമേറ്റു. അതിന് രോഗം പിടിപെട്ടു. കുഞ്ഞിനു വേണ്ടി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ ഉപവസിച്ചു. രാത്രി മുഴുവൻ മുറിയിൽ നിലത്ത് കിടന്നു. കൊട്ടാരത്തിലെ ശ്രേഷ്ഠന്മാർ അവനെ നിലത്തുനിന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അവൻ അത് കൂട്ടാക്കിയില്ല. അവരോടൊത്ത് ഭക്ഷണം കഴിച്ചുമില്ല. 7-ാം ദിവസം കുഞ്ഞു മരിച്ചു. ദാവീദിനോട് വിവരം പറയാൻ സേവകന്മാർ ഭയപ്പെട്ടു. അവർ തമ്മിൽ പറഞ്ഞു, കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ പോലും നാം പറഞ്ഞത് അവൻ ശ്രദ്ധിച്ചില്ല. കുഞ്ഞു മരിച്ചെന്ന് നാം എങ്ങനെ അറിയിക്കും? അവൻ വല്ല സാഹസവും കാണിക്കും. സേവകന്മാർ അടക്കം പറയുന്നത് കണ്ടപ്പോൾ കുഞ്ഞ് മരിച്ചെന്ന് ദാവീദ് മനസ്സിലാക്കി. കുഞ്ഞ് മരിച്ചുവോ? അവൻ തിരക്കി. ഉവ്, കുട്ടി മരിച്ചു, അവർ പറഞ്ഞു. അപ്പോൾ ദാവീദ് തറയിൽ നിന്ന് എഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി ദേവാലയത്തിൽ ചെന്ന് ആരാധിച്ചു. കൊട്ടാരത്തിൽ തിരിച്ചെത്തി ഭക്ഷണം ചോദിച്ചു. അവർ വിളമ്പി. അവൻ ഭക്ഷിച്ചു. ദാവീദിന്റെ ദാസന്മാർ ചോദിച്ചു, ഈ ചെയ്തതെന്ത്? കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ അങ്ങ് ഉപവസിച്ചു കരഞ്ഞു. കുട്ടി മരിച്ചപ്പോഴാകട്ടെ അങ്ങ് എഴുന്നേറ്റ് ഭക്ഷിച്ചിരിക്കുന്നു. കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഉപവസിച്ചു കരഞ്ഞു. ശരി തന്നെ. കർത്താവ് കൃപ തോന്നി കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചെങ്കിലോ എന്ന് ഞാൻ കരുതി. എന്നാൽ ഇപ്പോൾ അവൻ മരിച്ചിരിക്കുന്നു. ഇനി ഞാൻ ഉപവസിക്കുന്നത് എന്തിന്? കുഞ്ഞിനെ എനിക്ക് വീണ്ടും ജീവിപ്പിക്കാനാകുമോ? ഞാൻ അവന്റെ അടുക്കൽ ചെല്ലുകയല്ലാതെ അവൻ എന്റെ അടുക്കലേക്ക് വരികയില്ല. പിന്നെ ദാവീദ് തന്റെ ഭാര്യ ബെർശബയെ ആശ്വസിപ്പിച്ചു. അവൻ അവളെ പ്രാപിച്ചു. അവൾ ഒരു മകനെ പ്രസവിച്ചു. ദാവീദ് അവന് സോളമൻ എന്ന് പേരിട്ടു. കർത്താവ് അവനെ സ്നേഹിച്ചു. നാഥാൻ കർത്താവിന്റെ നിർദ്ദേശമനുസരിച്ച് അവന് യദീദിയ എന്ന് പേരിട്ടു. യോവാബ് അമ്മോന്യരുടെ റബ്ബ ആക്രമിച്ച് രാജകീയ പട്ടണം പിടിച്ചെടുത്തു. അവൻ ദൂതന്മാരെ അയച്ച് ദാവീദിനോട് പറഞ്ഞു, ഞാൻ റബ്ബ ആക്രമിച്ച് അവിടുത്തെ ജലസംഭരണികൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു. ബാക്കി സൈന്യത്തെ നയിച്ച് നഗരം വളഞ്ഞ് നീ തന്നെ അത് പിടിച്ചടക്കുക. അല്ലെങ്കിൽ നഗരം ഞാൻ പിടിച്ചടക്കുകയും അത് എന്റെ പേരിൽ അറിയപ്പെടാൻ ഇടയാവുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് ദാവീദ് സൈന്യത്തെ നയിച്ച് റബ്ബയിലെത്തി നഗരം പിടിച്ചടക്കി. അവൻ അവരുടെ രാജാവിന്റെ കിരീടം തലയിൽ നിന്നെടുത്തു. 1 താലന്ത് സ്വർണം കൊണ്ടുള്ളതായിരുന്നു അത്. 1 രത്നവും അതിൽ പതിച്ചിരുന്നു. ദാവീദ് ആ കിരീടം അണിഞ്ഞു. അവൻ പട്ടണത്തിൽ നിന്ന് ധാരാളം കൊള്ളവസ്തുക്കളും കൊണ്ടുപോന്നു.
നഗരവാസികളെയും അവൻ കൊണ്ടുവന്നു. അറക്കവാൾ, മൺവെട്ടി, കോടാലി എന്നിവ കൊണ്ട് പണിയെടുപ്പിച്ചു. ഇഷ്ടികച്ചൂളയിലും അവരെ ജോലിക്കാക്കി. മറ്റ് അമ്മോന്യ നഗരങ്ങളോടും ദാവീദ് ഇങ്ങനെ ചെയ്തു. അതിനുശേഷം ദാവീദും ആളുകളും ജെറൂസലേമിലേക്ക് മടങ്ങിപ്പോന്നു. 2 സാമുവേൽ അധ്യായം 13. അമ്നോനും താമാറും. ദാവീദിന്റെ മകൻ അബ്സലോമിന് സുന്ദരിയായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. താമാർ എന്നായിരുന്നു അവളുടെ പേര്. ദാവീദിന്റെ മറ്റൊരു മകനായ അമ്നോൻ അവളെ കാംക്ഷിച്ചു. കന്യകയായ അവളെ സമീപിക്കുക അസാധ്യമെന്ന് കരുതിയ അമ്നോൻ അവളെ പ്രതി രോഗാതുരനായി തീർന്നു. അമ്നോന് യോനാദാബ് എന്നൊരു സ്നേഹിതനുണ്ടായിരുന്നു. ദാവീദിന്റെ സഹോദരൻ ഷിമയായിയുടെ മകനായ അവൻ വലിയ സൂത്രശാലിയായിരുന്നു. അവൻ അമ്നോനോട് ചോദിച്ചു, അല്ലയോ രാജകുമാര, നീ ഓരോ ദിവസവും ദുഃഖാർദ്ധനായി കാണപ്പെടുന്നതെന്ത്? എന്റെ സഹോദരൻ അബ്സലോമിന്റെ സഹോദരി താമാറിനെ ഞാൻ സ്നേഹിക്കുന്നു. അമ്നോൻ മറുപടി പറഞ്ഞു, യോനാദാബ് ഉപദേശിച്ചു, രോഗം നടിച്ചു കിടക്കുക. നിന്റെ പിതാവ് നിന്നെ കാണാൻ വരുമ്പോൾ എന്റെ സഹോദരി താമാർ വന്ന് എനിക്ക് ഭക്ഷണം തരട്ടെ. അവളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി ഭക്ഷിക്കേണ്ടതിന് ഞാൻ കാണെ അവൾ തന്നെ ഭക്ഷണം ഒരുക്കട്ടെ എന്ന് അവനോട് പറയുക. അങ്ങനെ അമ്നോൻ രോഗം നടിച്ചു കിടന്നു. രാജാവ് കാണാൻ വന്നപ്പോൾ അവൻ രാജാവിനോട് പറഞ്ഞു, എന്റെ സഹോദരി താമാർ വന്ന് എന്റെ മുമ്പിൽ വെച്ച് തന്നെ അപ്പമുണ്ടാക്കി അവൾ തന്നെ എനിക്ക് വിളമ്പിത്തരട്ടെ. അപ്പോൾ ദാവീദ് കൊട്ടാരത്തിൽ താമാറിന്റെ അടുക്കൽ ആളയച്ചു പറഞ്ഞു, നിന്റെ സഹോദരൻ അമ്നോന്റെ വീട്ടിൽ ചെന്ന് അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ താമാർ തന്റെ സഹോദരൻ അമ്നോന്റെ വീട്ടിൽ ചെന്നു. അവൻ കിടക്കുകയായിരുന്നു. അവൾ മാവ് കുഴച്ച് അവൻ കാണെ അട ചുട്ടു. അവൾ അത് വറചട്ടിയിൽ നിന്നെടുത്ത് അവന് കൊടുത്തു. എന്നാൽ അവൻ ഭക്ഷിച്ചില്ല. എല്ലാവരെയും ഇവിടെ നിന്ന് പുറത്താക്കുക, അമ്നോൻ ആവശ്യപ്പെട്ടു. അങ്ങനെ എല്ലാവരും പുറത്തുപോയി. അപ്പോൾ അമ്നോൻ താമാറിനോട് പറഞ്ഞു, നിന്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ ഭക്ഷിക്കേണ്ടതിന് ഭക്ഷണം ഉൾമുറിയിലേക്ക് കൊണ്ടുവരിക. താമാർ അടയെടുത്ത് തന്റെ സഹോദരനായ അമ്നോന്റെ മുറിയിൽ ചെന്നു. അവൾ അതും കൊണ്ട് അടുത്തു ചെന്നപ്പോൾ അവൻ അവളെ കടന്നു പിടിച്ച്, സഹോദരി എന്റെ കൂടെ കിടക്കുക എന്ന് പറഞ്ഞു. ഇല്ല സഹോദര, എന്നെ അപമാനിക്കരുതേ. ഇസ്രായേലിൽ ഇത് നിഷിദ്ധമല്ലേ? വഷളത്വം പ്രവർത്തിക്കരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ തല ഉയർത്തി നടക്കും? ഇസ്രായേലിൽ നിനക്കും ദുഷ്കീർത്തി വരുമല്ലോ. ദയവായി രാജാവിനോട് അപേക്ഷിക്കുക, അവൻ എന്നെ നിനക്ക് വിവാഹം ചെയ്തു തരും. അവൾ കേണപേക്ഷിച്ചു. അവളുടെ അപേക്ഷ അവൻ ശ്രദ്ധിച്ചില്ല. ബലം പ്രയോഗിച്ച് അവളുമായി ശയിച്ചു. പിന്നെ അമ്നോൻ അവളെ അത്യധികം വെറുത്തു. അവളെ സ്നേഹിച്ചതിനേക്കാൾ തീവ്രമായി ഇപ്പോൾ അവൻ അവളെ ദ്വേഷിച്ചു. എഴുന്നേറ്റ് പോവുക. അമ്നോൻ അവളോട് പറഞ്ഞു, ഇല്ല സഹോദര, നീ എന്നോട് ചെയ്ത തെറ്റിനേക്കാൾ ഭയങ്കരമാണ് എന്നെ പറഞ്ഞു വിടുന്നത്. അവൾ പറഞ്ഞു. എങ്കിലും അവൻ അത് ശ്രദ്ധിച്ചില്ല. തന്റെ ദാസനെ വിളിച്ച് അവൻ പറഞ്ഞു, ഇവളെ എന്റെ മുമ്പിൽ നിന്ന് പുറത്താക്കി വാതിലടയ്ക്കുക. താമാർ ധരിച്ചിരുന്നത് അവിവാഹിതകളായ രാജകുമാരിമാർ ധരിക്കാറുള്ള നീണ്ട കൈയുള്ള അങ്കിയായിരുന്നു. ഭൃത്യൻ അവളെ പുറത്താക്കി വാതിലടച്ചു. താമാർ തലയിൽ ചാരം വിതറി. താൻ ധരിച്ചിരുന്ന നീണ്ട അങ്കി വലിച്ചു കീറി. തലയിൽ കൈവച്ച് ഉറക്കെ നിലവിളിച്ചു കൊണ്ടുപോയി. സഹോദരനായ അബ്സലോം അവളോട് പറഞ്ഞു, നിന്റെ സഹോദരൻ അമ്നോൻ നിന്റെ കൂടെ ആയിരുന്നുവോ? ആകട്ടെ സഹോദരി, സമാധാനമായിരിക്കുക. അവൻ നിന്റെ സഹോദരനാണല്ലോ, നീ ദുഃഖിക്കരുത്. അങ്ങനെ താമാർ സഹോദരനായ അബ്സലോമിന്റെ ഭവനത്തിൽ ദുഃഖിതയും ഏകാഗ്നിയുമായി കഴിഞ്ഞു. ദാവീദ് രാജാവ് ഇത് കേട്ടപ്പോൾ അത്യന്തം കോപിച്ചു. അബ്സലോം ആകട്ടെ അമ്നോനോട് ഗുണമോ ദോഷമോ പറഞ്ഞില്ല. തന്റെ സഹോദരി താമാറിനെ മാനഭംഗപ്പെടുത്തിയതിനാൽ അവനെ വെറുത്തു. അബ്സലോമിന്റെ പ്രതികാരം. 2 വർഷം കഴിഞ്ഞ് അബ്സലോമിന് എഫ്രായിം പട്ടണത്തിനടുത്ത് ബാൽഹസോറിൽ വച്ച് ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഉത്സവം ഉണ്ടായിരുന്നു. രാജകുമാരന്മാരെയെല്ലാം അവൻ ക്ഷണിച്ചു. അബ്സലോം രാജസന്നിധിയിൽ ചെന്നു പറഞ്ഞു, തിരുമേനി, എന്റെ ആടുകളുടെ രോമം കത്തിരിക്കുകയാണ്. അങ്ങ് സേവകരുമൊത്ത് വിരുന്നാഘോഷങ്ങളിൽ സംബന്ധിക്കണം. ഇല്ല മകനെ, ഞങ്ങളെല്ലാവരും വന്നാൽ നിനക്ക് ബുദ്ധിമുട്ടായി തീരും. രാജാവ് മറുപടി പറഞ്ഞു. അബ്സലോം നിർബന്ധിച്ചെങ്കിലും രാജാവ് പോകാതെ അവന് മംഗളം നേർന്നു.
അപ്പോൾ അബ്സലോം പറഞ്ഞു, അങ്ങനെയെങ്കിൽ എന്റെ സഹോദരൻ അമ്നോൻ വരാൻ അനുവദിക്കണമേ. അവൻ പോരുന്നത് എന്തിന്? രാജാവ് ചോദിച്ചു. എന്നാൽ അബ്സലോം നിർബന്ധിച്ചപ്പോൾ അമ്നോനും മറ്റു രാജകുമാരന്മാരും പോകാൻ രാജാവ് അനുവദിച്ചു. അബ്സലോം ദാസന്മാർക്ക് നിർദ്ദേശം നൽകി, അമ്നോൻ വീഞ്ഞു കുടിച്ച് മത്തനാകുമ്പോൾ അവനെ വെട്ടുക എന്ന് ഞാൻ പറയുമ്പോൾ അവനെ കൊന്നുകളയണം. ഭയപ്പെടേണ്ട, ഞാനല്ലേ നിങ്ങളോട് കൽപ്പിക്കുന്നത്. അബ്സലോം കൽപ്പിച്ചതുപോലെ ഭൃത്യന്മാർ അമ്നോനെ കൊന്നു. രാജകുമാരന്മാർ കോവർ കഴുത പുറത്തു കയറി ഓടിപ്പോയി. അവർ കൊട്ടാരത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അബ്സലോം അവരെയെല്ലാം കൊന്നു, ആരും ശേഷിച്ചിട്ടില്ല എന്നൊരു വാർത്ത ദാവീദിന്റെ ചെവിയിലെത്തി. രാജാവ് എഴുന്നേറ്റ് വസ്ത്രം കീറി തറയിൽ കിടന്നു. കൂടെയുണ്ടായിരുന്ന ഭൃത്യന്മാരും വസ്ത്രം കീറി. എന്നാൽ ദാവീദിന്റെ സഹോദരൻ ഷിമേയായുടെ മകൻ യോനാദാബ് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ എല്ലാ പുത്രന്മാരെയും കൊന്നു എന്ന് ധരിക്കരുത്. അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. തന്റെ സഹോദരി താമാറിനെ അമ്നോൻ അപമാനിച്ചപ്പോൾ മുതൽ ഇത് ചെയ്യാൻ അബ്സലോം ഉറച്ചിരുന്നു എന്ന് വ്യക്തം. അതുകൊണ്ട് അങ്ങയുടെ പുത്രന്മാരെല്ലാം കൊല്ലപ്പെട്ടു എന്ന വാർത്ത വിശ്വസിക്കരുത്. അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. അബ്സലോം ഓടിപ്പോയി. ഇതിനിടെ വലിയൊരു ജനക്കൂട്ടം ഹൊറോണായിമിൽ നിന്നുള്ള പാത വഴി മലയിറങ്ങി വരുന്നത് കാവൽഭടന്മാരിൽ ഒരുവൻ കണ്ടു. അവൻ രാജാവിനെ അറിയിച്ചു. അപ്പോൾ യോനാദാബ് രാജാവിനോട് പറഞ്ഞു, അതാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാജകുമാരന്മാർ വരുന്നു. അവൻ ഇത് പറഞ്ഞു തീർന്നയുടനെ രാജകുമാരന്മാർ അടുത്തെത്തി ഉറക്കെ നിലവിളിച്ചു. രാജാവും ഭൃത്യന്മാരും അതീവ ദുഃഖത്തോടെ കരഞ്ഞു. അബ്സലോം ഓടി അമ്മിഹൂദിന്റെ മകൻ ഗഷൂർ രാജാവായ തൽമായിയുടെ അടുക്കൽ ചെന്നു. തന്റെ മകൻ അമ്നോനെ ഓർത്ത് ദാവീദ് വളരെ കാലം ദുഃഖിച്ചു. ഗഷൂറിലേക്ക് ഓടിപ്പോയ അബ്സലോം അവിടെ 3 വർഷം താമസിച്ചു. അമ്നോന്റെ മരണത്തിലുള്ള ദുഃഖം ശമിച്ചപ്പോൾ അബ്സലോമിനെ കാണാൻ ദാവീദ് അതിയായി ആഗ്രഹിച്ചു.